ഹലോ ഐസേ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സ്ട്രോബെറി ടാർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ എഗ്ഗില്ലാത്ത വേർഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രോബെറിയുടെ ഫില്ലിംഗ് തയ്യാറാക്കണ്ടേ. അതിനായിട്ട് ഒരു കപ്പ് സ്ട്രോബെറി നന്നായി ചോപ്പ് ചെയ്തിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം ലെമണും കൂടെ പിഴിഞ്ഞിട്ട് നമുക്കിത് നന്നായി ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ബോയിൽ ചെയ്യുന്തോറും ഈ സ്ട്രോബെറി നല്ല സോഫ്റ്റായിട്ട് വരുവേ, മഷിയായിട്ട് വരും. അപ്പോൾ നന്നായി ബോയിലായി ഈ പരുവത്തിലായി. ഇപ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് വേഗം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു സെമി തിക്കാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ സ്ലറി ഒഴിക്കുകയാണ്. ഇതിന് സ്ലറി എന്ന് പറയും. അപ്പോൾ ഇത് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പം ഇത് മിക്സ് ചെയ്ത് ഇതൊന്ന് ആറിക്കഴിയുമ്പം ഒരു സെമി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. കണ്ടോ, തിക്കായി. അപ്പോൾ ഇത്ര മതി. ഇനി അത് തിക്കായിക്കോളും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇനി അടുത്തത് ടാർട്ടിൻ്റെ ഷെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ടാർട്ടിൻ്റെ ഷെല്ല് പ്രിപ്പയർ ചെയ്യാൻ ആ ടാർട്ട് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ബൗളുകളുണ്ടെങ്കിലും മതി. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സിലിക്കോൺ ടൈപ്പ് ടാർട്ടിൻ്റെ മോൾഡാണ്. ടെമൂന്ന് മേടിച്ചാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ടാർട്ട് ഷെൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഡോ എടുക്കാം. അതിനായിട്ട് 75 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് നന്നായി ഒന്ന് ക്രീം ചെയ്തെടുക്കുക. ഒരു വിസ്കോ ഫോർക്കോ ഉപയോഗിച്ച് ക്രീം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചും ക്രീം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രീം ചെയ്തെടുത്ത ശേഷം നമ്മളിത് സ്വീറ്റ് വേർഷനാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കണം. അപ്പം ഞാൻ ഇതിൽ പൗഡേർഡ് ഷുഗർ ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ബട്ടറിൻ്റെ കൂടെ ഒന്ന് നന്നായി ക്രീം ചെയ്യണം. ഞാനിതിൽ എഗ്ഗോ ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ നമുക്ക് നന്നായി ടാർട്ട് ഷെൽസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായി ക്രീം ചെയ്തെടുത്തു. ഇത് ക്രീം ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1.5 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കണം. ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വിസ്കോ ഫോർക്കോ വെച്ച് തന്നെ കമ്പൈൻ ചെയ്തെടുക്കാം ആദ്യം. അത് കഴിഞ്ഞ് നമുക്കിത് നീഡ് ചെയ്തെടുക്കാം, അതായത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് കമ്പൈൻ ചെയ്ത് ഈ പരുവായ ശേഷം കണ്ടോ, ഇപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. നമുക്ക് നല്ലൊരു ഫേം ആയിട്ടുള്ള ഡോ തന്നെയാണ് കിട്ടാൻ പോകുന്നത്, ഒത്തിരി സ്മൂത്തല്ല. അപ്പോൾ ഇത് ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. കുഴയ്ക്കാൻ പാടൊന്നും ഉണ്ടാവില്ല, കാരണം ബട്ടർ നന്നായി ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഡോ റെഡിയായി കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഡോ പരത്തിയെടുക്കണം. അപ്പോൾ ഇതിൽ മാവൊന്നും ഡസ്റ്റ് ചെയ്ത് പരത്തരുത്. അതിന് നമ്മൾ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ ചെയ്യേണ്ടത്, നമ്മൾ റോളിംഗ് ബോർഡിൽ ഒരു ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് ഈ ഡോ അതിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് നമുക്ക് റോൾ ചെയ്യാം. അപ്പോൾ ഇത് പകുതിയാക്കി എടുക്കുകയാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ കണ്ടോ, ബേക്കിംഗ് പേപ്പർ മുകളിലും കൂടെ ഇട്ടിട്ട് റോൾ ചെയ്താൽ ഇത് ഒട്ടും ഒട്ടി വരാതെ എവിടെയും ക്രാക്കൊന്നും വീഴാതെ നമുക്ക് നല്ല നീറ്റായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ മാക്സിമം തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണേ. ഒരു ഇഞ്ചൊക്കെ മതി തിക്നെസ്. അപ്പോൾ ഇത് നന്നായി നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യണേ 180°. ഇപ്പോൾ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ പരത്തിയെടുത്തത് നമ്മുടെ ടാർട്ട് ഷെൽസിലേക്ക് വെച്ചിട്ട് നന്നായി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമേ. അതിനായിട്ട് ടാർട്ടിൻ്റെ കണ്ടോ, ഞാൻ സിലിക്കോണിൻ്റെ പാത്രമാണ് എടുക്കുന്നത്, ടെമൂന്ന് മേടിച്ചാണ്. അപ്പം ഇതെടുത്തിട്ട് നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന ഡോ ഇതിലേക്ക് ഒന്ന് കമത്തുമ്പം ഇത്രയും വലിപ്പം വേണ്ട നമുക്ക്, പക്ഷേ സാരമില്ല. നമ്മൾ ആദ്യം കമത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി വെക്കേണ്ട രീതിയിൽ തള്ളി വെച്ച് ഷേപ്പ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പേപ്പറിലാണ് നമ്മളിത് എടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പം ഇങ്ങനെ അഥവാ കട്ടായി വരികയാണെങ്കിൽ തന്നെ കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് ഈ പാത്രത്തിലേക്ക് വേണ്ടുന്ന അത്ര ഡോയെ വേണ്ടു. അപ്പോൾ ഇതൊന്ന് മെല്ലെ ഫിംഗേഴ്സ് കൊണ്ട് അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൗളിൻ്റെ ഷേപ്പിലേക്ക് അതായി. ഇനി നമുക്ക് അറ്റമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്
ഒന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് ഷേപ്പ് ചെയ്യുന്ന സ്മൂത്ത് ചെയ്യുന്ന സ്മൂത്ത്നർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മൂത്ത് ചെയ്താൽ തന്നെ അതിൻ്റെ സൈഡ്സ് കട്ടായിപ്പോവും. ഇല്ലെങ്കിൽ നൈഫ് വെച്ച് ചെയ്താലും പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് കട്ടായി വന്നോളും എഡ്ജിൽ നിന്ന്. അപ്പം നമുക്ക് അങ്ങനെ എഡ്ജിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. ബാക്കി ഇപ്പോൾ ഇതാ കണ്ടോ, അത് റെഡിയായി. ഇനി ഇതിലേക്കൊരു ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് അതങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി ടാർട്ട് ഷെൽസിലും കൂടെ ഇതുപോലെ ബാക്കി ഡോ പരത്തി ഇങ്ങനെ വെച്ച് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ടോപ്പ് വെച്ച് 180°ക്ക് 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കാം. നല്ല അടിപൊളിയായിട്ട് ടാർട്ട് ഷെൽസ് ബേക്ക് ആയിട്ടുണ്ട്. ഇതൊന്ന് കൂളായിക്കോട്ടെ. കൂളായ ശേഷം എന്താ ഞാൻ ഡീമോൾഡ് ചെയ്തതാണ് ഈ ടാർട്ട് ഷെൽസ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പക്കയായിട്ട് നല്ല ടാർട്ട്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ഇടാം. ഇത് നന്നായി കൂളായ ശേഷം ഫില്ലിംഗ് ഇടണേ. ഞാൻ ഇതിലേക്ക് ക്രീം ചീസ് ഫില്ലിംഗ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രീം ചീസിൻ്റെ ഒക്കെ ഫില്ലിംഗ് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാമേ. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ക്രീം ചീസ് ഫില്ല് ചെയ്തിട്ട് പിന്നെയാണ് സ്ട്രോബെറി ഫില്ലിംഗ് ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത്. പൈപ്പിംഗ് ബാഗിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സ്ട്രോബെറി ഫില്ലിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം മുകളിലും കൂടെ കുറച്ച് ക്രീം ചീസിൻ്റെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളി സ്ട്രോബെറി ടാർട്ട്സ് ഇവിടെ റെഡിയായി. നല്ല യമ്മി ടാർട്ട്സാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത വേർഷൻ കാണിച്ചു തരാൻ. കണ്ടോ, അത് പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റായിരിക്കുന്നതെന്ന്. അത് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് സെറ്റാവും. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യമ്മി സ്ട്രോബെറി ടാർട്ട്. ഞാനിതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം കേട്ടോ. ഞാൻ സ്ട്രോബെറി ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.